ഇന്നേ എൻ്റെ ഒരു ഉച്ചയൂണ് വിശേഷമാണ് കേട്ടാ. ഇത് മത്തങ്ങയും പയറും എരിശ്ശേരിയാണ് കേട്ടാ. മത്തങ്ങ അത്യാവശ്യം നല്ല രീതിയിൽ ഉടഞ്ഞു പോയി, കുക്കറിലിട്ട് രാവിയേറ്റിയതാ. മത്തങ്ങയും പയർ എരിശ്ശേരി. ഇത് മത്തി കറി വെച്ചത്. ഈ മത്തിക്കറി ഉണ്ടല്ലോ, ഈ മത്തങ്ങയുടെയും പയറിൻ്റെയും കൂടെ ഒഴിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. എനിക്കിഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്ന് അറിഞ്ഞൂടാ. അതിൻ്റെ പുളിയും എരിവും ഈ എരിശ്ശേരിയുടെ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. ഇത് ബീഫും കപ്പയും, അമ്മച്ചിയുടെ അടുത്ത് കൊണ്ടുവന്ന ബീഫിൻ്റെ കൂടെ 2 കഷ്ണം കപ്പയും കൂടി ഇട്ടപ്പോൾ ബീഫും കപ്പയുമായി. അങ്ങനെ എൻ്റെ ഉച്ചയൂണ് റെഡി. അങ്ങനെ ഞാൻ ഊണ് കഴിക്കാൻ പോവാട്ടാ. അപ്പോൾ ഇന്നത്തെ കറി ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ മത്തങ്ങയും പയറിൻ്റെ കൂടെ ആ ഒരു മീൻകറിയുടെ പുളി കൂടിയൊക്കെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. നല്ലതാ, പഴയ പോലെ തന്നെ. പണ്ട് പഴംപൊരിയും ബീഫൊന്നും കേൾക്കുമ്പോൾ അയ്യോ പഴംപൊരിയും ബീഫോ, അതെങ്ങനെ കോമ്പിനേഷൻ ശരിയാവാന്ന് നമുക്ക് തോന്നാറില്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ആദ്യം ഒരു സാധനം കഴിക്കുമ്പോൾ നമുക്ക് ഇത് ചേരുമോ, നല്ലതാണോ എന്നൊക്കെ തോന്നും. പക്ഷെ എന്ത് സാധനവും നമ്മൾ കഴിച്ച് വരുമ്പോൾ അത് നല്ലതായിട്ട് തന്നെ തോന്നും. എനിക്കങ്ങനെയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതുപോലെയാണ് ഈ മത്തങ്ങയും പയറും. എന്നോ ഒരിക്കൽ അറിയാതെ ഇതിൽ ചാറ് വീണു പോയതാ മീൻകറിയുടെ. പക്ഷെ ആ ചാറ് കൂട്ടി കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി. അന്ന് കഴിച്ചത് അയല വറ്റിച്ചതും കൂട്ടിയിട്ടാണ് കേട്ടോ. ഇത് ചാള തേങ്ങ അരച്ച് കറി വെച്ചതാണ്. എന്നാലും ടേസ്റ്റിന് കുറവൊന്നുമില്ല.